ആ വീട് ഭയങ്കര ഒരു ഹോണ്ടഡ് ഹൗസ് പോലെ തന്നെയാണുള്ളത്. അവിടെ ഭയങ്കര നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പം തോന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് വീട്ടിൽ പോകുമ്പോഴേ ആദ്യമായിട്ട് വീട് കാണാൻ പോകുമ്പോൾ നടുഭാഗത്തായിട്ട് നടുമുറ്റം പോലെ ഒരു വിഷലുണ്ട്. അപ്പൊ അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ആ മുത്തശ്ശി ഇരുന്നാ ഇരിപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടക്കിടക്ക് ഞാൻ ആ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഫീൽ ആണ് കാര്യമായിട്ട് പറഞ്ഞത്. ആ വീട്ടിൽ അങ്ങനെ ഒരു ആംബിയൻസ് അവിടെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു ചുറ്റാകെ നോക്കാനൊരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. തീ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കുമ്പോ പച്ചയായിട്ട് ഒരു മരമൊക്കെ നിന്നിങ്ങനെ പ്രേതകഥ പറയാനുണ്ടോ? പ്രേതകഥ ഒരു കഥയൊന്നുമല്ല. ഇത് പ്രേതമായിട്ടുള്ള സഹയാത്രികയാണ്. എന്റെ കുട്ടിക്കാലത്ത് ഡ്രസ്സ് വാഷ് ചെയ്തിട്ടില്ലേ, അയൽ വിരിച്ചിട്ട് കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ അതിനകത്ത് ബ്ലഡിന്റെ കറ ഉണ്ടാവും. സീരിയസ്ലി അതിന് ചാവ് കറ എന്നാണ് പറയാ. കാര്യമായിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ട് അച്ഛമ്മ ചീത്ത പറയും. എന്റെ വീടിന്റെ അടുത്തൊരു വളവുണ്ട്. അവിടെ ഒരു ബൾബ് എപ്പോയിട്ടാലും ആ ബൾബ് അടിച്ചു പോകും. അവിടെ ഒരു ബൈക്കിൽ ഒരു പയ്യന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇരുട്ടത്തൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ ആക്സിഡന്റ് ആയി കിടന്നിട്ട് രക്ഷപ്പെടുത്തുന്നു പറയുന്നു പറഞ്ഞ ഒരാൾ ഓടി വന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഓർമ്മയുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ശ്രീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഒരുപാട് നല്ല സിനിമകളാണ് 2025 നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരു മറ്റൊരു സിനിമ കൂടി വന്നിരിക്കുകയാണ്. ഒരു ഹൊറർ മൂവിയാണ്, എബിനൈസർ ദ മിസ്റ്ററി ഓഫ് സൈലൻസ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി നമ്മളോടൊപ്പം ചേർന്നത് ഡയറക്ടർ മിഥുൻ ബോസ് സാർ, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ബിലാൽ സാർ, നമസ്കാരം. നമസ്കാരം. പിന്നെ ഗീതി സംഗീതി, എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് നമസ്കാരം. ഈ ഹൊറർ മൂവിക്ക് ഒരു പ്രത്യേക സ്വീകാര്യതയാണ് നമുക്ക് മലയാളി ഓഡിയൻസിന്റെ ഇടയിലുള്ളത്. അതിന് ഡയറക്ടറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ഹൊറർ മൂവിയുടെ പ്രത്യേകത? എന്താണ്? നമുക്ക് ഒരുപാട് ഹൊറർ മൂവീസ് വന്നിട്ടുണ്ട്. പ്രത്യേകത നമ്മള് പേടിപ്പിക്കാനായിട്ട് ഒരുപാട് ഭയങ്കര സംഭവങ്ങളൊന്നും അങ്ങനെ ഇതായിട്ടില്ല. ചെറിയൊരു ബിൽഡപ്പ് പരിപാടികളാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇപ്പൊ മേക്കപ്പ് ചെയ്ത് ഭയങ്കര വികൃതമാക്കി കാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ. ഈ ഹൊറർ മൂവി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പെടുത്തലുകളൊന്നുമില്ല. സാധാരണ രീതിയിൽ സിറ്റുവേഷൻസ് ആണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ആ രീതിയിലാണ് സിനിമ മൊത്തം വന്നേക്കുന്നത്. അപ്പോ അതിലെ ക്യാരക്ടറുകൾ രണ്ടുപേരുണ്ട്. എന്താണ് ബിലാൽ സാർ സ്റ്റാർട്ട് ചെയ്യും? എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൊറർ പടത്തിൽ അഭിനയിക്കുന്നത്. ഹൊറർ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷനിൽ വന്നപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു സാധനമാണ് ഈ ലൊക്കേഷൻ. എൻ്റെ ഒരു ഹൊറർ ഒരു മൂഡുണ്ടല്ലോ ക്രിയേറ്റ് ചെയ്ത രീതി ഭയങ്കര രസമായിട്ട് സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്പേസിൽ നിൽക്കുമ്പം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് റൂമിനകത്ത് ആരും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ നാലിട്ട് നോക്കും. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. റിയൽ ആയിട്ട് കിട്ടി. അതെ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹൊറർ ഫിലിമിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു തന്നെ മിഥുൻ. അടിപൊളി, ആഗ്രഹം സാധിച്ചു കൊടുത്തു. പറയൂ, എന്തായിരുന്നു അതില്? അല്ല, ഞങ്ങൾ തമ്മിൽ ആക്ച്വലി ഈ വിഷയം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഇടയ്ക്ക് ഞാനിത് പറയുകയുണ്ടായി. ആക്ച്വലി ചേട്ടനുണ്ടായ അതേ ഒരു സാധനം തന്നെയാണ്. ആ വീട് ഭയങ്കര ഒരു ഹോണ്ടഡ് ഹൗസ് പോലെ തന്നെയാണുള്ളത്. അവിടെ ഭയങ്കര നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പം തോന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് സീരിയസ്ലി കാര്യമായിട്ട് പറഞ്ഞതാ. ഇത് വെറുതെ എന്താ പറയാ, ഇന്റർവ്യൂ ആയതുകൊണ്ട് ഒന്നും തള്ള അങ്ങനൊന്നും വിചാരിക്കരുത്. കാര്യമായിട്ട് പറഞ്ഞത്. ആ വീട്ടിൽ അങ്ങനെ ഒരു ആംബിയൻസ് അവിടെ ഉണ്ട്. അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു ആംബിയൻസ് അവിടെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു ചുറ്റാകെ നോക്കാനൊരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താൽ ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ പറ്റും. ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഞാൻ കുറച്ചു കാലം കൂടെ കുറച്ച് സിനിമയൊക്കെ അഭിനയിച്ചു. ഞാൻ ആ വീട്ടിൽ പോകുമ്പോഴേ ആദ്യമായിട്ട് വീട് കാണാൻ പോകുമ്പോ അവിടെ ഈ നടുഭാഗത്തായിട്ട് നടുമുറ്റം പോലെ ഒരു വിഷലുണ്ട്. അപ്പൊ ചെറിയ സൺഡേ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഉച്ച സമയത്താണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി നല്ല രസമായിട്ടുള്ളൊരു വൈറ്റ് സാരി കൊടുത്ത് ഇങ്ങനെ അവിടെ ഒരു ചാരകസയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് പോകുമ്പോ അവിടെ ആൾതാമസം ഉണ്ട്. അവര് പിന്നീട് ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്തായിരുന്നു. അതിന്റെ ഓണേഴ്സ് തന്നെ. പിന്നീട് ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഇരിക്കും, ആ മുത്തശ്ശി ഇരുന്നാ ഇരിപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടക്കിടക്ക് ഞാൻ ആ ഭാഗം നോക്കുമ്പോ ഒരു ഫീൽ അവിടെ ഉണ്ട്. ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിൽ ഇവരെ കൂടാതെ ഒരു 4 വേറെ 2 ബോയ്സും 4 ഗേൾസും ഉണ്ട് അവിടെ. അങ്ങനെ അവരാണ് ചെന്ന് പെടുന്ന സ്ഥലത്തേക്ക്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ ഈ ഉള്ളൊരു വിഷ്വലാണ് കഥ കൊണ്ടുപോകുന്നത്. ഇവര് തന്നെ ഫ്രീ ടൈമില്
സ്റ്റെപ്പ് കയറി പോകുമ്പോ അവിടെ നിന്ന് കണ്ടു ഒരു അടക്കം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കയറി പോയ സംഭവം എനിക്ക് തോന്നുന്നു അവർ ആദ്യം എനിക്ക് തോന്നുന്നു തമാശയാക്കാൻ വേണ്ടിട്ട് പ്രാങ്ക് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് അവർ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ പറയണ്ടായിരുന്നു, ഈ പറഞ്ഞല്ലോ ആദ്യം പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, പിന്നെ ശരിക്കും അവർക്ക് ആ സാധനം തോന്നി തുടങ്ങി. പ്രാങ്ക് ഉണ്ടാക്കാൻ പോയ ആള് പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ അവസ്ഥയായിരുന്നു പേടിച്ചിട്ട്. ഓക്കെ, ഇനിയിപ്പോ പടം ഇറങ്ങുമ്പോ നിങ്ങളൊക്കെ കാണാത്ത പല രൂപങ്ങളും ഞങ്ങൾ കാണും ചെയ്യുന്നത്. ഇല്ല സാർ, എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ പേടിച്ചിട്ടുണ്ടോ? ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പണ്ട് ഞാൻ ജനിച്ചു വളർന്ന ബോംബെയിലാണ്. അപ്പം റാംസെ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ ഡയറക്ടേഴ്സാണ് ആദ്യമായിട്ട് ഹൊറർ ഫിലിംസിൻ്റെ ഒരു സീരീസ് തന്നെ ഇറക്കുന്നത്. അപ്പോൾ അതിൽ ദർവാസ എന്ന് പറഞ്ഞൊരു പടം കൊച്ചു പിള്ളേർ അങ്ങനെയൊന്നും കാണാൻ അവർ കയറ്റൂല. എന്തൊക്കെയോ ചെയ്ത് നമ്മൾ കയറി, ചേട്ടന്മാരുടെ കൂടെയൊക്കെ പോയി കയറി കണ്ടിട്ട് ആദ്യമായിട്ട് അവിടുന്ന് സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം ആ ചേട്ടന്മാരുടെ മുമ്പിലും പുറകെ അല്ലാതെ അവരുടെ നടുക്ക് അവരുടെ കൂടെ, അതായത് മേളിലോട്ട് നോക്കാൻ പേടിയായിരുന്നു, അതായത് മരങ്ങളിലേക്ക് നോക്കാൻ പോലും പേടിയായിരുന്നു. പക്ഷേ ഈ പടത്തിന് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഇനി അതുപോലെ ഇങ്ങനെ പറക്കുന്ന ഭൂതങ്ങളും വല്ലാത്ത പല്ലൊക്കെ പുറത്തു. ആ സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ എക്സ്പീരിയൻസസ് എനിക്ക് ഈ ചില സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുന്ന, നമ്മൾ ഈ രാത്രി വേറെ ഷൂട്ട് വേറെ ഒരു സ്പേസിലായിരിക്കും നടക്കുന്നത്, നമ്മളൊരു സ്ഥലത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് പെട്ടെന്നൊരു പൂച്ചയോ അല്ലെങ്കിൽ ഇല അനങ്ങുന്ന ആരാ ഞെട്ടി എന്താ എന്നൊക്കെ ചോദിച്ചു. അങ്ങനത്തെ എക്സ്പീരിയൻസ് തീ പിടിച്ചിട്ടുണ്ട്. അതായത് ഇത് ആരെങ്കിലും സിഗരറ്റ് വിളിക്കാൻ പോയിട്ട് കൊണ്ട് ഇട്ടതാണോ എന്താണെന്ന് അറിയില്ല. നമ്മളെ നോക്കുമ്പോ പച്ചയായിട്ട് ഒരു മരാക്ക് നിന്നിങ്ങനെ ആക്ടറുണ്ട്, ആളുടെ കൈ ഒരു 3-4 തവണ ഇതിൽ മുറിഞ്ഞിട്ടുണ്ട്. അതായത് ഷൂട്ടിംഗ് സമയത്ത് നമ്മളപ്പോ വിചാരിക്കുമ്പോ ഇതിന്റെ പേരിൽ നിർത്തി വെക്കേണ്ട വരും എന്നുള്ള സാഹചര്യത്തിൽ പുള്ളി പിന്നെ അത് അപ്പോഴും കയ്യിൽ കെട്ടി കണ്ടിന്യൂ ടിഷ്യൂ ഉണ്ടല്ലോ, അപ്പൊ ആ കൈ മാസ്ക് ചെയ്തിട്ടൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മുറിഞ്ഞിട്ട്. അങ്ങനെ അത് പുള്ളിക്ക് മാത്രമായിട്ട് വേറെന്തോ ഇവരുടെ ജനറേറ്റർ കത്തിപ്പോയിന്നോ ഇവരുടെ ജീപ്പ് കൊക്കയിലേക്ക് മറിയാനുള്ള. കൊക്കയിലേക്കല്ല, അത് ഈ നമ്മൾ അതിരപ്പള്ളിയിൽ പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് കടന്ന് അപ്പുറത്ത് വണ്ടി ഓടിച്ച് തിരിച്ചു വരണം. അപ്പൊ ഹെലിക്യാമിൽ എടുക്കുന്നത്. അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് ഈ സൂരജ് അത് ഓടിക്കുന്നത്. സൂരജ് ഓടിച്ചോണ്ട് അങ്ങോട്ട് പോയി തിരിച്ച് അവര് പഴയ വണ്ടി ആയതുകൊണ്ട് അതിന്റെ ഓണറിന് ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആളുടെ കയ്യിൽ കൈ കൊടുത്ത് തിരിച്ച് അവർ യൂട്ടേൺ തിരിച്ചു വരാൻ വേണ്ടി പോയതാ. അവിടെ കുറച്ച് ഒരു എന്തോ ഓടിക്കുന്ന, അപ്പൊ നമുക്ക് അവിടെ ആനയുണ്ട് ഈ സമയത്ത്, ഓൾറെഡി പെർമിഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആനയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിലേ ആയിട്ട് പെർമിഷനൊക്കെ കിട്ടി. അപ്പൊ ഈ ആനയെങ്ങാനുമാണോ ഈ മര കൊടിയുന്ന സൗണ്ട് പോലെ കേൾക്കുന്നു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള 5:30 ഓടി വരുക, തല്ലി അലച്ച് വരുക. ഇങ്ങനെ പറയാം, അത് ഇത്രേ ഉള്ളൂ. എന്താ സംഭവം, ജീപ്പോട്ട് ഇടിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ഈ നമ്മുടെ പുഴയിലേക്ക് വീഴുന്ന പോലെ ഇങ്ങനെ കുത്തിരക്ക് ഇറങ്ങിപ്പോയി. അത് പക്ഷെ ഒരു മരത്തിൽ ഇടിച്ചിട്ട് അവിടെ നിന്നു. അതുകൊണ്ട് ഇവിടെ ആദ്യം ഇത് ഇൻഫോർമേറ്റ് ചെയ്യാൻ വേണ്ടി ഓടി വന്നതാ. പക്ഷെ നമ്മൾ ഇവിടെ കാണുമ്പോൾ ആകെ തല്ലി ഈ ഷൂട്ട് നടക്കുന്ന ക്യാമറ വെച്ചിരുന്നെങ്കിൽ മറ്റൊരു മൂവി ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗീതപരമായിട്ടുള്ള ഒരു സിനിമ എടുക്കണമെങ്കിൽ ഒരുപാട് സംഗീതജ്ഞരെ പോയി കാണുന്നു, മിമിക്രി ആണെങ്കിൽ മിമിക്രിക്കാരെ കാണുന്നു. അങ്ങനെ ഓരോ പ്രയത്തിന്റെ പടം എടുക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രയത്തിനെ കണ്ടേ? നമ്മുടെ കൂടുതൽ ഈ നായികയായിട്ട് അഭിനയിച്ച അഞ്ജനനെ തന്നെ ഓടി ഇങ്ങനെ അയച്ചിട്ടിട്ട് വെറുതെ ആ ഇവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെയൊക്കെ ലുക്കുകൾ അവർക്കെല്ലാം ഉള്ളതുകൊണ്ട് ഫീല് നിലനിർത്തി പോയത്. ശരിക്കും നമ്മൾ പണ്ട് മുതലുള്ള രസകരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് പ്രേത സങ്കല്പം. നമ്മളെ ഭക്ഷണം ഘടിപ്പിച്ചത് ആ സങ്കല്പമാണ്. ഇതല്ലേ നമ്മള് വീട്ടില് അടക്കി ഇരുത്തിയേക്കുന്ന ആ സങ്കല്പമാണ്. ഇപ്പൊ ഒരു അടങ്ങിയിരുന്നു. ചെറുപ്പം മുതലേ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രേതകഥ പറയാനുണ്ടോ റിയൽ ലൈഫിൽ? പ്രേതകഥ ഒരു കഥയൊന്നുമല്ല, ഇത് പ്രേതമായിട്ടുള്ള സഹയാത്രികയാണ്. അല്ല, ആക്ച്വലി അത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോഴും അറിയണ്ട. പക്ഷെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് അന്ന് ചെക്കന്മാർ ബൈക്കിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവര് കണ്ടു ഇതുപോലെ റോഡ് ക്രോസ് ചെയ്ത് പോയി, എന്താ പറയാ വൈറ്റ് ഡ്രസ്. ഇവര് നമ്മളെ പേടിപ്പിക്കാൻ പറയുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ സ്റ്റിൽ എന്താ പറയാ അങ്ങനെ കുറെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ പേടി എക്സ്പീരിയൻസ്, ഞാൻ അത്യാവശ്യം ചെറുതിലെ മുതലേ വായിക്കുന്ന ശീലമുള്ള ആളാണ്. അപ്പൊ പഠിക്കുന്ന ബുക്ക് മാറ്റി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വേറെ പുസ്തകം വായിക്കുന്ന അങ്ങനെയായിരുന്നു. അപ്പം ഈ ഒരു 7th പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഡ്രാക്കുള എടുത്തോണ്ട് വന്ന് വായിച്ചു. അപ്പൊ വീട്ടില് വരാന്തയാണ്, പുറകില് വാതിലല്ല, വരാന്തയില് ഡെസ്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നിട്ട് അപ്പം വീട്ടിലേക്ക് ഫേസ് ചെയ്താ ഞാൻ ഇരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ വീട്ടിലെല്ലാവരും കിടന്നു. അപ്പം ഞാൻ പഠിക്കുകയാണ് എന്നാണ് അമ്മയുടെ വിചാരം. ഓക്കെ, അപ്പം അപ്പോൾ കുറച്ച് കഴിഞ്ഞത് ഇങ്ങനെ വായിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് ബാക്കിൽ എന്തോ അനക്കം കേൾക്കണ്ട. എനിക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് പേടിയുണ്ട്. അപ്പൊ തിരിയുമ്പോഴത്തേക്കും അവിടെ എന്തോ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഓക്കെ, അന്ധകാലമാണെന്ന് ആലോചിക്കണം. അപ്പം അത്രയ്ക്കധികം ഭയങ്കരമായ വെളിച്ചം അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളുടെ ഫ്രണ്ടിലത്തെ മറ്റേ യെല്ലോ ബൾബ് ആയിരിക്കും ഉണ്ടാവുക, അങ്ങനെയൊക്കെ. അപ്പം ഞാനിങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മ എന്ന് വിളിച്ചു. അപ്പൊ അമ്മ അവിടെ നിന്ന് എന്താന്ന് വിളിച്ചു. ഞാൻ ഒന്നിങ്ങോട്ട് വരുമോ, നീ ഒന്ന് പുസ്തകം ചോദിച്ചു പോയി കിടന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഒന്നിങ്ങോട്ട് വരൂ. ഉറക്കെ എന്റെ വിളി, കരച്ചിലിനോട് സമാനമായ ഒരു വിളി. അപ്പോഴത്തേക്ക് പറഞ്ഞ് മര്യാദയ്ക്ക് വന്ന് കിടന്നോട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ കണ്ണടച്ചിട്ട് ഓടാന്ന് പറയത്തില്ലേ, ഓടി കഥകിൽ ചെന്ന് ഇടിച്ച്. ഞങ്ങളുടെ നടുവിലത്തെ കഥക എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയുള്ള കട്ടിയുള്ള കഥക. അതിൽ മറ്റേ അതിന്റെ താക്കോലൊക്കെ ഞങ്ങൾ എടുത്ത അത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അതിൽ ചെന്ന് ഇടിച്ച്. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ എന്താന്ന് പറഞ്ഞിട്ട് അമ്മ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് അവസാനം നിവർത്തിയില്ലാഞ്ഞിട്ട് അങ്ങനെ ഒരു അടിയും കൂടെ തന്നു. പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നല്ലോണം കേട്ടു. അപ്പൊ പറഞ്ഞു, അപ്പൊ അമ്മ കണ്ടുപിടിച്ചു. അതായത് ഈ ബുക്കൊന്നും എടുത്ത് വെക്കാതെയാണല്ലോ പോയത്. ഡ്രാക്കുള ഇങ്ങനെ തുറന്നു വല്ല ഒന്നിരിക്കുകയായിരുന്നു. സംഭവം മോളെന്താ വായിക്കണെന്ന് അറിയാൻ വേണ്ടി പുറകുന്നത് അച്ഛനമ്മയെല്ലാം വാഴയുടെ മറ്റേ ഇതില്ലേ, വാഴയുടെ കൈയില്ലേ, കൈന്നല്ലേ പറയാന്, ആ ഇല വീണിട്ട് കിടന്നിട്ട് അത് കാറ്റ് താടിയതാണ്. മനസ്സിലായോ? എനിക്ക് ഇത്തരം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കൊച്ചിലോട്ട്. പക്ഷെ എനിക്ക് സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസം എന്നൊക്കെ ഉള്ള പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സിനിമകൾ കാണും, മനഃപൂർവ്വം ഇരുന്ന് കാണും. പണ്ടൊക്കെ എനിക്ക് പേടിക്കുന്നുണ്ട്, അതിന്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ സിനിമ കണ്ട് ചിരിക്കാറുണ്ട്, അത് വേറെ കാര്യം. കാരണം നമ്മൾ എന്താണ്, ഞാൻ കൽക്കട്ടയിൽ കുറച്ച് നാൾ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനുണ്ട്. പുള്ളി ഈ പറഞ്ഞ പോലെ സൂപ്പർസ്റ്റിഷൻസ് അല്ലെങ്കിൽ അന്ധവിശ്വാസം ഇതിനൊക്കെ എതിരെ നിന്ന് പുള്ളി സംസാരിക്കുന്ന ആളാണ്. പുള്ളി എൻ്റെ അടുത്ത് ഒരു ദിവസം രാവിലെ പുള്ളി ഒരു 5:30-6 മണിയാകുമ്പോൾ വരും. ഒരു കട്ടൻ ചായക്ക എടുത്ത് വെച്ചിട്ട് വിളിക്കും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇരുന്ന് കഥ പറയും. അപ്പം ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് ഇരുന്ന് കഥ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ വീട്ടിൽ, ഗ്രാമത്തിലുള്ള വീട്ടിൽ, പണ്ട് അവർ ചെറുപ്പത്തിൽ വീട്ടിലിങ്ങനെ ആൾക്കാർ ഫാമിലി ഒരു കൂട്ടുകുടുംബമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഈ പ്രേതത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ മാമൻ എണീറ്റ് ടോയ്ലറ്റിലും കണ്ട മൂത്രമൊഴിക്കാൻ പുറത്തു പോയതാണ്. പുറത്തിങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ നിലപിടിച്ചുകൊണ്ട് ഓടി വരെ കിതച്ച് വിയർത്ത് കുളിച്ചിങ്ങനെ ഓടി വന്നിട്ട്. അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അവരുടെ അപ്പൂപ്പനോ അച്ഛനോ ഒക്കെ അവിടെ ഉണ്ട്, ഇപ്പോഴും അത് അതിൻ്റെ ഇതുണ്ട്, ആത്മാവുണ്ട്. അത് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കും, അങ്ങനെയാണ് മരിച്ചു പോകുന്നത് എന്നൊക്കെ അങ്ങനെ പണ്ട് പറഞ്ഞു. ഇയാൾ ഇതൊക്കെ കേട്ടിട്ടാണല്ലോ ഇപ്പം പുറത്ത് പോയപ്പോഴത്തേക്കും ഇയാൾ തിരിച്ചു ഇന്ന് പറ്റിയെന്ന് അമ്മാവൻ വിളിക്കുന്നെന്ന് അവിടെ നിന്ന് പുറത്തു. അപ്പം ഇനി ഞാൻ പോവും എന്നുള്ള പുള്ളി ഗ്യാരണ്ടീഡായിരുന്നു. അയാളിപ്പോൾ ഭയങ്കര ഇതായിട്ട് പുറത്തു പോയി നോക്കിയപ്പം ഈ പറഞ്ഞ എൻ്റെ കഥ പറഞ്ഞിരുന്ന ആള് ടോർച്ച് എടുത്തുകൊണ്ട് പുറത്തു പോയി നോക്കിയപ്പോഴെന്താണ് ദൂരെ ഈ പറഞ്ഞ ഒരു വാഴ, ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടാണ് എല്ലാരും തട്ടിപ്പോകുന്നത്. ഇത് അന്ന് ടോർച്ച് അടിച്ച് നോക്കിയില്ലെങ്കിൽ ഇപ്പോഴും ആ വിചാരിക്കും സീരിയസ്ലി. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അതെനിക്ക് ഇപ്പോഴും അതിന്റെ ശാസ്ത്രീയ വശം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് പുറത്ത് ആണ് ബാത്റൂം ഉണ്ടാവും, അന്ന് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, പഴയ തറവാട്ടില്. അപ്പോൾ അവിടെ ഞങ്ങൾ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടില്ലേ, അയൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് പിന്നെ ഇതെല്ലാം എടുത്തു കൊണ്ടുവരും. അഥവാ എടുത്തില്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സാണെങ്കിൽ അത് ഈവൻ പെറ്റിക്കോട്ടോ നമ്മുടെ വൈറ്റ് മുണ്ടോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതിനകത്ത് ബ്ലഡിന്റെ കറ ഉണ്ടാവും. സീരിയസ്ലി അതിന് ചാവ് കറ എന്നാണ് പറയാ. അത് എങ്ങനെയാണ് അത് സീരിയസ്ലി ഞാൻ വെറുതെ പറയല്ല, അത് വെറുതെ പറയുന്നതല്ല, കാര്യമായിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ട് അച്ഛമ്മ ചീത്ത പറയും, ഇത് സന്ധ്യയ്ക്ക് പിന്നെ ഇത് എടുത്ത് അകത്തിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേൾക്കാത്തേ, ഇപ്പൊ കരയായാലോ സമാധാനമായാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അലക്കുകാരെടുത്ത് കൊടുക്കും. അലക്കാൻ വരുന്ന സ്ത്രീകൾ വരും, അപ്പൊ അവരെടുത്ത് കൊടുത്തു വിടും. എന്നിട്ട് അവരലക്കി മറ്റേ എന്തോ കാര്യം എന്റെ വീട്ടിൽ മുറുക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. അല്ല അതില്ലാന്ന് തോന്നുന്നു നമുക്ക്, അവരെ ഒളിച്ച് ചെയ്തിട്ട് ഇത് അത് അവിടെ കിടക്കുമ്പോഴെല്ലാം വന്ന് മുറുക്കി തുപ്പണമെങ്കിൽ ഏതോ സൈക്കോ അവിടെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ ആക്ച്വലി എന്റെ വീട് പാലക്കാടാണ്. അപ്പൊ ഞാൻ ഈ സാധനം ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഇത് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ സാധനം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ വേറെ പല സ്ഥലങ്ങളിലും വേണ്ടിട്ട് ഞാനൊക്കെ എന്റെ വീടിന്റെ അടുത്തൊരു വളവുണ്ട്, അവിടെ ഒരു ബൾബ്
എപ്പോ ഇട്ടാലും ബൾബ് അടിച്ചു പോകും. അപ്പൊ അവിടെ ബൈക്കിൽ ഒരു പയ്യന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛന് പണ്ട് ചാരാഷാപ്പായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തൊരു ചെറിയൊരു കട പരിപാടിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അടച്ച് പൊട്ടിപ്പോയി. അപ്പൊ കടയുടെ ചെറിയ ഭാഗം ഒരു മതിലൊക്കെ അവിടെ ഉള്ളത് ഞങ്ങളവിടെ കയറി ഇരിക്കും അടുത്തുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട്. അപ്പൊ ഈ വളവില് ഇങ്ങനൊരു സംഭവം ഉണ്ട് അവിടെ. ഇപ്പൊ ഇരുട്ടത്തൊക്കെ വരുമ്പോ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ ആക്സിഡന്റ് കിടന്നിട്ട് രക്ഷപ്പെടുത്തുന്നത് പറയുമെന്നും പറഞ്ഞ ഒരാൾ ഓടി വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് ഇത് അറിയാൻ വേണ്ടി ഞങ്ങൾ മതിലോടെ നോക്കി. ആര് വന്നാലും ഇരുട്ട് വരുമ്പോ കാണുന്നത്. അപ്പൊ ആര് വന്നാലും നോക്കാൻ വേണ്ടി ഇരിക്കും. പക്ഷെ ഞങ്ങൾ നോക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അന്വേഷിക്കാൻ വേണ്ടി ഇപ്പൊ ഒന്നും അങ്ങനെ കാണാറില്ല. പണ്ട് രാംഗോപാൽ വർമ്മയുടെ ഒരു പടം ഉണ്ടായിരുന്നു, ഡർന മനാഹ. അതിനകത്ത് സീരീസ് ആണ്. അപ്പൊ ഓരോ കഥയിലും ഈ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നൊരു ലോജിക്ക് പറയുന്നത്. എല്ലാത്തിനും ഒരു കാരണം വ്യക്തമായിട്ട്. അതെ അതെ, ഈ ചലങ്കയുടെ സൗണ്ട് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കോയിൻസ് ഇരിക്കുകയായിരിക്കും, നമ്മൾ നടക്കുന്നതിന്റെ വേഗത കൂടുമ്പോ ഇത് കുലിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ ലോജിക്കുകൾ അതിനകത്ത് പറയുന്നുണ്ട്. രസമായിട്ടുള്ള ഒരു പടമായിരുന്നു അത്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. പക്ഷെ കാരണമുണ്ട്, ചില കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതിലാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്നത്. നമ്മള് എന്തൊക്കെ കഥകൾ എന്തൊക്കെ കാണുന്നത് നമ്മുടെ മുമ്പിൽ. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർ ഭയങ്കര അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ നമ്മള് കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടെത്താൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ പേര് മാറും എനിക്ക് തോന്നുന്നത്. ഞാന് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ ഒരു ഹോളുണ്ട്. ഈ ഹോള് കഴിഞ്ഞൊരു മുറി, ആ മുറി കഴിഞ്ഞിട്ട് നേരെ ആ ഡോറിന് ചേർന്ന് ഓപ്പോസിറ്റ് ഒരു ബാത്റൂമിന്റെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഞാനൊരു തന്നെ വന്നിട്ട് ഇതുപോലെ വിളിക്കാം. നമ്മൾ വേറെ ചിന്തിക്കുന്നില്ല. അന്ന് സാംസങ്ങിന്റെ നോട്ട് സീരീസ് ഒരു ഫോണാണ്, നോട്ട് 1 എന്ന് പറഞ്ഞൊരു ഫോൺ. അപ്പൊ ഈ ഫോൺ ഇപ്പോഴത്തെ ഫോൺ വലിപ്പമൊക്കെ ഉണ്ടതിന്. ഇതിൽ ഞാൻ അപ്പൊ കറണ്ട് ഇല്ല, ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കുളിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഈ ഫ്ലാഷ് അങ്ങ് ഓഫ് ആയി പോയി. അല്ല, ആദ്യം ഞാൻ കയറിയ ശേഷമാണ് ബൾബ് ഓഫ് ആയി പോകുന്നത്. അപ്പൊ നമുക്ക് ചെറിയത് അങ്ങനെ ചിന്തിക്കുന്നില്ല. ഫ്ലാഷ് ഓൺ ആക്കി അതും ഓഫ് ആയപ്പോ നമുക്ക് ടെൻഷൻ കയറി. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഈ ബൾബ് മാത്രമേ പോയുള്ളൂ, കറണ്ട് പോയതല്ല. ഹോളിലും ഒക്കെ ലൈറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇത് മെയിൻ ഡോർ പൂട്ടിയത് ഓർമ്മ എനിക്കുണ്ട്. ഇതിന്റെ അകത്ത് ആരുമില്ല. അപ്പൊ ഈ ബാത്റൂമിന്റെ ഡോർ തുറന്നിട്ട് ഞാനിങ്ങനെ വീണ്ടും കുളി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ അകത്തേക്ക് ഒരു നേല് പോലെ കയറി വരുന്നത്. ഞാൻ അപ്പൊ നേരെ ഇങ്ങനെ തറയിലേക്ക് ഇങ്ങനെ പേടി ഓൾറെഡി എനിക്ക് തോന്നിയാറ്. കാരണം ലൈറ്റ് ഓഫ് ആയി, ഇതെല്ലാം ഓഫ് ആയി, ഹോളിലൊക്കെ ലൈറ്റ് കൊണ്ട് ഞാൻ പതുക്കി ഇങ്ങനെ കുരിഞ്ഞു വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരും വരുന്നില്ല. ഞാൻ പിന്നെ പേടിച്ച് ഓടി നേരെ റെഡി ആയിട്ട് അങ്ങ് പോയി എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പിന്നെ തിരിച്ചു കയറി. ഈ എറണാകുളത്ത് തന്നെയാ, നമ്മുടെ കടവന്തൽ ഭാഗത്താ വീട്. അപ്പൊ ഞാൻ എന്നിട്ട് നേരെ ഇവരെ കൂട്ടിയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ അവരോട് ചോദിച്ചു എന്തൊക്കെ സംഭവിച്ചത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്കും താല്പര്യമുണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ബൾബ് പോയത് പറഞ്ഞു കൊടുത്തു. ബൾബ് പോയതാണ്, ഫ്യൂസ് അടിച്ചാണ്. പിന്നെ ഈ ഫോണിന്റെ കാര്യം ഒന്ന് ചോദിച്ചു. അപ്പൊ ഈ ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കി സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ഈ ഫ്ലാഷ് അങ്ങ് ഓഫ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അതാണ് അങ്ങനെയാണ് ഓഫ് ആയി പോയത്. അപ്പൊ ഈ നിഴൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോ ഈ ഡോർ തുറന്നപ്പോ അതിലൊരു തുണി കിടപ്പുണ്ട്. ഈ ഹോളിൽ നിന്നുള്ള ഈ ഫാനിന്റെ കാറ്റിലും ഈ ലൈറ്റിലും കൂടി ഇതിങ്ങനെ അതാണുമ്പോ നമുക്ക് അതിങ്ങനെ കയറി വരുന്ന പോലെ തോന്നി. നമ്മളുടെ ആദ്യത്തെ പേടി എല്ലാം വെച്ചിട്ട് നമ്മൾ ടെൻഷനായിട്ട് ഓടിയതാണ് സംഭവം. നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല. നമ്മൾ പിന്നെ അവിടെ വിചാരിക്കുന്നത് ഇവിടെ എന്തോ ഉണ്ട്, നമ്മുടെ മനസ്സിലത് കിടക്കും. അത് ശരിയാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിന്നലായിരിക്കും ഉള്ളിൽ നിന്ന് വരിക, മനസ്സിലായോ? അത് മതി ചിലവർക്ക് അവിടെ കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്താന്നുള്ള റീസൺ കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതെ അതെ. ഈ രസകരമായിട്ടൊരു കഥ സുമതി വളവ്. സുമതി വളവിൽ ആ വളവില് സുമതിയുടെ പേരിൽ എത്ര മോഷണം നടന്നറിയാമോ? ആലപ്പുഴയിൽ ഒരു ഡോക്ടർ അല്ല, അവിടെ ഒരു പരിധി കഴിഞ്ഞ് രാത്രി സമയത്ത് ആൾക്കാർ ട്രാവൽ ചെയ്യില്ലല്ലോ. എല്ലാരും പറയാം അവിടെ സുമതി ഉണ്ട്. എന്നിട്ടൊരു ആലപ്പുഴ ഞാനൊരു ഡോക്യുമെന്ററി ചെയ്തു. അതില് വ്യക്തമായിട്ട് പറഞ്ഞ ഒരാള് ആലപ്പുഴയിലെ ഡോക്ടർ തിരിച്ചു പോകുമ്പോ സുമതി നിൽക്കുന്നു റോട്ടിൽ. ഇയാള് ആക്സിലേറ്റർ കൊടുത്ത് കാർ എടുത്തപ്പോ സുമതി ഇങ്ങനെ പിടിച്ചിട്ട് ഓടി. അപ്പോഴാണ് പലർക്കും മനസ്സിലാവണേ സുമതിയുടെ പേരിലൂടെ വേറെ പല അല്ല, സത്യത്തിൽ ഇതേപോലെ ഇവിടെ ഈവൻ പനമ്പള്ളി നേരില്ലേ, ഞാനൊരു ഇപ്പൊ ഒരു 2-3 മാസം മുന്നേ ഒരു നൈറ്റ് ഇതുപോലെ നടന്നു പോകുമ്പോഴത്തേക്കും 2-3 ചെക്കന്മാര് ഒരാൾ ഇതുപോലെ വിഗ്ഗൊക്കെ വെച്ചിട്ട് അവൻ സാരി കൊടുത്തിട്ട് അവർ റെഡി ആവുന്നേ ഉള്ളൂ റോഡിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിട്ട്. സീരിയസ്ലി ഞാൻ അത് അങ്ങനെ തന്നെ കണ്ടതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ചു, അവർ റെഡി ആയിട്ട് അവൻ റോഡിലേക്ക് നിൽക്കുമ്പോഴേ ഞാൻ അടുത്ത കഥകളൊക്കെ വന്നേ. അപ്പൊ ഈ കഥകൾ ഒരുപാട്. സുമതി വളവ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നുണ്ട്, ഞാൻ ഉണ്ടാ പടത്തിൽ കേട്ടോ. നമ്മുടെ ഞാനല്ല സുമതി, അല്ല നമ്മുടെ അഭിലാഷ് ചേട്ടന്റെ. എത്ര ദിവസം വരുന്നു മൊത്തം ലൊക്കേഷൻ? നമ്മളൊരു 21-25 നമുക്കൊരു 3-4 ദിവസം എക്സ്ട്രാ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അതിരപ്പള്ളി ഷൂട്ട് ചെയ്തത് മൊത്തം ഈ പേടിച്ച് പോയി ഷൂട്ട് ചെയ്ത സാധനമൊക്കെ ഫുട്ടേജ് കുറച്ച് പോയിട്ട് വീണ്ടും അവിടെ ഈ ആനയുടെ ശല്യമുള്ള ലൊക്കേഷൻ കാണാൻ പോകുമ്പോ ഞാനിപ്പോൾ നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തെ കോണില് ആന കുളിക്കുന്നുണ്ട്. കാരണം നമ്മൾ പാറയാന്ന് വിചാരിച്ച് കാണുന്നതൊക്കെ ചിലപ്പോൾ പൊങ്ങി വരുന്ന ആനയായിരിക്കും. അങ്ങനെ സമയം മൊബൈലിലേക്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഇവർക്ക് പെർമിഷൻ തരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതിന്റെ നമുക്ക് അതിൽ മരിച്ച കുട്ടിയില്ലേ, അവളെ നമ്മള് ഇതിലൊരു കുട്ടിയുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടി. അപ്പൊ അവള് ഇതുപോലെ വാട്ടർഫോളിന്റെ മുകളിൽ ആ വെള്ളം ചാടുന്നതിന്റെ അവിടെ പാറപ്പുറത്ത് നിർത്തണം എനിക്ക്. അതും ഇങ്ങനെ ഹെലിക്യാമിൽ നമ്മൾ എടുക്കുമ്പോഴും അവൾ ഒറ്റയ്ക്ക് നമ്മളെല്ലാം മാറിയിട്ട് നിർത്തണം. ഒരു ആ കൊച്ചിന് ശരിക്കും ആ കൊച്ചിന് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി തിരിച്ചു വരാൻ വേണ്ടി കരയും. പക്ഷെ അവളത് അവിടെ നിന്നു നല്ലപോലെ എടുക്കാനൊക്കെ പറ്റി അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ആ ഫുട്ടേജ് എത്ര റിസ്ക് എടുത്തിട്ടാലും ഓരോ സിനിമ തിയേറ്ററിലേക്ക് എത്തണേ. വിമർശനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഈ ഇത് അവിടെ എത്തിക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട്, എത്ര പേർക്ക് പരിക്ക് പറ്റി ഇപ്പൊ പറയുമ്പോൾ തന്നെ എന്തൊക്കെ എഫേർട്ടുകൾ എടുക്കുന്നത്. ഇപ്പോ ഒരു തലവനിൽ വെച്ചിട്ടല്ലേ ഒരു നല്ല ഉഗ്രം പരിക്കേറ്റത്. അതെന്ത് പറ്റിയായിരുന്നു ആക്ച്വലി? അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതെ, ഇടി ആക്ഷൻ സീക്വൻസിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഉണ്ടായിട്ടുള്ള ഒരു കഥ. അതായത് ഒരു മിറർ ഞാനിങ്ങനെ അടിക്കുന്നുണ്ട്, അത് ബിച്ചേട്ടന്റെ മുഖത്ത് അടിക്കുന്നതാണ് സിനിമയിൽ കാണുന്നത്. അവിടെ ഒരു അയൺ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഈ മിറർ അടിക്കുന്നത്, ഡോർ അടിക്കുന്നത്. ഡോറിന്റെ ഫ്രണ്ടിൽ മിററാണ്. ഞാനൊരു 6 പ്രാവശ്യം ഇത് എൻ്റെ ശക്തിക്ക് പറ്റുന്ന അങ്ങേ അറ്റം ഞാൻ ഇതെടുത്തിട്ട് ഞാൻ അടിച്ചിട്ടും ഇത് പൊട്ടിയില്ല. അതെ, അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത് ഗ്ലാസ് ആണോ, ഇത് PVC എന്തെങ്കിലും ഇതാണോ? അല്ല, ഗ്ലാസ് ആണെന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് അടി അടിച്ചപ്പോഴേ ഒരു ചെറിയ ഇൻറ്റ്യൂഷൻ ഉണ്ടാവല്ലോ, ഇതെന്താ എന്തോ സംഭവിക്കുന്ന ഒരു ഇൻറ്റ്യൂഷൻ. നമുക്ക് ചിലപ്പോൾ പറയില്ല നമ്മള്, പക്ഷെ മനസ്സിൽ എന്തോ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയൊരു പട്ടാസ് എൻ്റെ അകത്ത് വയ്ക്കാം. അപ്പൊ ഞാനും പട്ടാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, മറ്റേ ദീപാവലിക്ക് നമ്മൾ ഗ്ലാസ് പൊട്ടും. അപ്പൊ ഇത് കൊണ്ടുപോകുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്, ചെറിയ സാധനം വെച്ചു. ലാസ്റ്റ് മിനിറ്റിൽ ഭാഗ്യത്തിന് ജസ്ജോയ് സാർ വന്നിട്ട് പറഞ്ഞു, ഇതിനെ താത്തി വെക്കാൻ പറഞ്ഞു. മേളിലായിരുന്നെങ്കിൽ എൻ്റെ മുഖം പോയേനെ. അപ്പൊ താത്തി വെക്കാൻ പറഞ്ഞു. ഏകദേശം ഈ ഒരു ബാക്കിന്റെ ഈ ഒരു പോർഷനിലായിരുന്നു ഇത് പൊട്ടിയപ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു ടീം. ഞാൻ ചോദിച്ചു, അണ്ണാ ഇത് ബാക്ക് ഫയർ പണുമോ? ഇല്ല സാർ, പരവായില്ല, എല്ലാം പ്രിക്കോഷൻ ഇருக்கு, പ്ലൈവുഡ് ഇருக்கு ബാക്ക് സൈഡിൽ, അതൊന്നും ആകാതെ. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഇത് പൊട്ടിയപ്പോൾ സംഭവിച്ച കാര്യമൊന്നുമല്ല, പ്ലൈവുഡ് അല്ലായിരുന്നു, അത് ഡമ്മി ആയിരുന്നു പ്ലൈവുഡിന്റെ. പുള്ളിക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഈ ഫോഴ്സ് ആക്ച്വലി മുമ്പിലോട്ടല്ല പുറകോട്ടാണ് കൂടുതൽ വന്നത്. അപ്പൊ നമ്മൾ ഈ പന്നിക്കൊക്കെ വെടിവെക്കുന്ന പോലെ എന്റെ ബാക്ക് ഫുള്ള് പൊള്ളി. പക്ഷെ ഞാനിങ്ങനെ അവിടെ ആക്ഷൻ മറ്റേ കട്ടെന്ന് പറയുന്നവരെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ നിന്നിട്ട് കട്ടെന്ന് പറഞ്ഞ വഴി ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും എരിച്ചില് അനുഭവിച്ചിട്ടില്ല എന്റെ ദേഹത്ത്, അത്രയും നീച്ചലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചാടി അഴിക്ക് എന്റെ ഷർട്ടായി. ഞാൻ വിചാരിച്ചത് എന്താ, ഈ ഷർട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണെന്ന് വിചാരിച്ചു തീയിട്ട്. അപ്പം ഇവര് വന്ന് നോക്കുമ്പോ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പം. അപ്പൊ ഞാൻ ചീത്ത വിളിക്കുന്നു, ഊരെന്ന് പറഞ്ഞിട്ട് ഊരി നോക്കിയപ്പോ എന്താണ് കേൾക്കും പുള്ളി. അപ്പൊ തമാശ വേറൊന്നുമില്ല, ഇത് റൂമിനകത്ത് നടക്കണം. പുറത്ത് ബിച്ചേട്ടനും ജിസ്സൂരിപ്പോണ്ട്. ബിച്ചേട്ടൻ വിചാരിച്ചു എനിക്ക് ഫിറ്റ്സ് വന്നെന്ന് പേടിച്ചിട്ട്, ഇത് പൊട്ടിയ സൗണ്ട് കേട്ട് പാവം പേടിച്ചിട്ട് ഫിറ്റ്സ് വന്നു. പിന്നെയാണ് ഇത് നോക്കി പറഞ്ഞു, പുള്ളി പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കഴുകി പിറ്റേ ദിവസം വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മുകളിലായിരുന്നു മുഖത്ത് വരേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ ഒരു ആഴ്ച പോലും ആയില്ല. ആ ലൊക്കേഷനിൽ വെച്ചാണ്. അവിടെ വല്ല പ്രേതം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു അത് ഡമ്മി വച്ചതിന്റെ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ചെന്നിട്ട് ടേക്കിന്റെ ഇതായിരുന്നു, കവേർഡ് ആയിരുന്നു. അതിൽ ചെന്ന് ഇടിച്ചിട്ട് ഇത് ഇവിടെ പൊട്ടി ഫ്രണ്ടില്. അപ്പൊ ഷോട്ടിൽ ആരുണ്ടായിരുന്ന കൂടെ? എല്ലാരും ഞെട്ടിക്കാണോ? ആദ്യം വിചാരിച്ചോ മേക്കപ്പ് എന്നൊക്കെ പറയും, ഇതാണ് എന്താ റിയാലിറ്റി. പക്ഷെ പറഞ്ഞ പോലെ അത് തടസ്സമൊന്നും ഉണ്ടാവും. പിറ്റേ ദിവസം തന്നെ നമ്മള് ഇത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ചുരുളി ഇറങ്ങിയപ്പോ ഞാൻ എന്റെ ഫ്രണ്ടാട്ടോ, ഞാൻ ഇവരെനിക്ക് പ്രൗഡായിരുന്നു എന്റെ ഫ്രണ്ടായിട്ടെന്ന് പറയാനായിട്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും നേരത്തെ പരിചയമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ചേച്ചി ഇന്നലെ കൂടി വിളിച്ചായിരുന്നു സിനിമ പറയുന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ മാസങ്ങളായി. എന്തായാലും ഗംഭീര ആ ക്യാരക്ടർ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്? നമുക്കൊരു ആ തലയിൽ കയറാൻ വേണ്ടിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെ? അല്ല, അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായില്ല ആക്ച്വലി. ഈ അത് കഥയായിരുന്നു ആദ്യം. കളിക്കാൻ നല്ല കുറ്റവാളികൾ എന്ന് പറഞ്ഞ വിനോദ് തോമസിന്റെ കഥയായിരുന്നു. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നറിയാം. പക്ഷെ ചുരുളിയിലേക്ക് വന്നപ്പോ അതിനകത്ത് കുറെ മാറ്റങ്ങളുണ്ട്, മൊത്തത്തിൽ മാറ്റങ്ങളുണ്ട്, ലാംഗ്വേജിലും എല്ലാത്തിലും മാറ്റമുണ്ട്. അപ്പം ഇതിലേക്ക് വിളിച്ചു, പെങ്ങൾ തന്നെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് കാണും. പിന്നെ അവർ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല.
ത്രെഡ് ചെയ്യരുത്, വാക്സ് ചെയ്യരുത്, ഹെയർ കട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് തടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സുമദാലസ്യ സ്ത്രീയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തടിക്കലും ബിരിയാണി ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പൊ പിന്നെ അന്നേരം പിന്നെ വീണ്ടും ഒന്ന് പുഷ്ടിപ്പെട്ടു. എന്നിട്ട് പിന്നെ അവിടെ ചെന്നു. അപ്പം സാർ എന്നോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ക്ലൗഡ് ക്യാരക്ടറാണ്, അത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റേ നമുക്ക് ഡയലോഗും സാധനങ്ങളും ഒക്കെ കിട്ടുമല്ലോ. ആ ആംബിയൻസും എല്ലാം ഒരു വേറെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകണല്ലേ എല്ലാം. അത് പറഞ്ഞപ്പോൾ ഓർത്തെ, ഈ സിനിമയുടെ ആർട്ടിൽ വർക്ക് ചെയ്തത് ആരാണ്? ആർട്ടിൽ കിഷോർ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു, പിന്നെ സഫീർ എന്ന് പറഞ്ഞ അവരുണ്ടായിരുന്നു. സഫീർക്ക് എനിക്ക് നേരത്തെ പോലെ അറിയുന്ന ആൾക്കാരാണ്. സഫീർഖാനെ ഞങ്ങൾ പണ്ട് അമല എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ വെച്ച് നല്ല പരിചയപ്പെട്ട ഈ പറഞ്ഞ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലാണ് ഇവരൊക്കെ എന്നോട് ജോയിൻ ചെയ്തത്. നല്ല ഇതിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റി വീടിൻ്റെ അകത്തൊക്കെ. അവരുടെ കഷ്ടപ്പാട്, അവരെ ഈ ആർട്ടിലെ ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ, ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ. മാറാല പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡേ ഫുള്ള് കൊടുത്തായിരുന്നു വീട് മാത്രമായിട്ട്. അപ്പം അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു മുറിക്കകത്ത് ഈ സാധനം പെട്ടെന്ന് തീ പിടിക്കുന്നത് ചെയ്യുന്നുള്ളൂ. അതായത് ചെറിയ ഒരു തീ വീണ അത് കയറി പിടിക്കും. പെട്ടെന്ന് നമ്മളൊരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മെഴുകുതിരി മറിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ടെൻഷനായി ഈ സാധനം. പക്ഷെ ഷോട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. മെഴുകുതിരി മറിഞ്ഞു, പക്ഷെ തീ പിടിച്ചില്ല. പക്ഷെ ആ ഷോട്ട് കട്ട് കഴിഞ്ഞിട്ട് അടുത്ത് മാറ്റിയത്. ഇപ്പൊ കത്തും, ചിലപ്പോൾ ഇപ്പൊ കത്തും പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷെ സംഭവിച്ചില്ല, ഷോട്ട് കഴിഞ്ഞിടത്ത് മാറ്റിയത്. പെട്ടെന്ന് കയറി പിടിക്കും. ഇനിയിപ്പോ റിലീസിലേക്ക് എത്താണ്, ഇത് കാണാതിരിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണാൻ നമ്മളിതിൽ ഒരുപാട് ലാഗ് ഒന്നും കൊടുത്ത് ഭയങ്കര എന്ന് വെച്ചാൽ കഥ പറയാൻ വേണ്ടിയിട്ടൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ ഈ മൂവിനെ ഡ്രിം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ലാഗ് ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് കാണാനിരിക്കുമ്പോൾ അത് ഒരു മടുപ്പിക്കൽ ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു ഉറപ്പുണ്ടാവും. പിന്നെ ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യണേ. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇവരെല്ലാവരും ഫേസിലുണ്ട്. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി 2 ചോദ്യങ്ങളും കൂടി നമ്മൾ ചോദിക്കുകയാണ്. സാറിൻ്റെ ഈ അഭിനയ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ഈ പറഞ്ഞ പോലെ ജനിച്ചു വളർന്ന ബോംബെയിലാണ്. ഞാൻ 2000-ലാണ് ബോംബെയിൽ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ അവിടെ നിന്ന് റിട്ടയർ ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ നല്ല സ്വഭാവമായിരുന്നുകൊണ്ട് അച്ഛൻ അവിടെ നിർത്തിയില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനൊരു 3 മാസം വർക്കലയിൽ, എനിക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ല, വലിയ ആൾക്കാരൊന്നും പരിചയമില്ല. അങ്ങനെ 3 മാസം ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് അഭിനയം പരിശീലനം സൗജന്യമായിട്ട് ഒരു കോഴ്സ് തിരുവനന്തപുരത്ത്. അപ്പം ഞാൻ മനസ്സിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നേരെ സിനിമയിലേക്ക് കയറാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു നാടകക്കാരന് ആദ്യം ചെറിയൊരു വിഷമം ഉണ്ടായെങ്കിലും ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് നാൾ നോക്കാമെന്ന് വിചാരിച്ചു, ഒരാഴ്ച നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഞാൻ ഓൾമോസ്റ്റ് 15 years 15 വർഷം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ അതിന്റെ ഇടയിൽ എൻ്റെ ഫസ്റ്റ് ഫിലിം ബംഗാളിയാണ്. ഞാൻ കേരളത്തിലായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പേ ഒരു ബംഗാളി ഫിലിമിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു. പിന്നെ ഒരു ഹിന്ദി പടം സൈജുവും സമൃദ്ധസനിലും അവരൊക്കെ ഉള്ള ഒരു പടം ഹിന്ദിയാണ്. പക്ഷെ അപ്പൊ ആദ്യം പോയത് ഈ ഡയലക്ട് ഇതായിട്ടാണ്, ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഹിന്ദി സംസാരിക്കാനും. അപ്പൊ 2 ലാംഗ്വേജും അറിയാവുന്നതുകൊണ്ട് അവിടുന്ന് വന്ന ആക്ടേഴ്സ് മലയാളവും ഇവിടുന്ന് ഉള്ള ആക്ടേഴ്സ് ഹിന്ദിയും പറഞ്ഞു. പക്ഷെ അതില് ഹീറോന്റെ സെക്കൻഡ് ഇതായിട്ട് ഞാൻ അഭിനയിച്ചു. 3ാമത്തെ ദിവസം എന്നെ 3rd AD ആക്കി. പിന്നെ ഞാൻ ഡയലോഗ് കോർഡിനേറ്റർ ആയിട്ട് ബോംബെക്ക് പോയി. അങ്ങനെ ഒരുപാട് പണികൾ എടുത്തു. പക്ഷെ ഈ 2 പടങ്ങളും ഇറങ്ങിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പറ്റിയ പണിയല്ല, വീണ്ടും നമ്മൾ നാടകങ്ങൾ ചാമതി 2015 ആയപ്പോഴാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു അടുത്ത സുഹൃത്ത് തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് സരിത മഠത്തിൽ ചേച്ചിയുടെ അടുത്താണ്, പിന്നെ പാർവതി ചേച്ചിയായിട്ട്. പാർവതി ചേച്ചി എന്നൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാർവതി ചേച്ചി പരിചയപ്പെടുത്തിയിട്ടാണ് ജയരാജ് സാർ എന്നെ വിളിക്കുന്നത്. വീരം എന്ന് പറഞ്ഞ സിനിമ 2014 തുടങ്ങി. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ സനൽകുമാർ സെക്സി ദുർഗയില് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പടങ്ങൾ, കൂടുതലും ഫെസ്റ്റിവൽ ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മമ്മൂക്കയായിട്ട് 1 തൊട്ട് തുടങ്ങിയാണ് കമേഴ്ഷ്യൽ പടങ്ങൾ ഇതിലേക്ക് വന്നത്. നല്ലൊരു തുടക്കം തന്നെയായിരുന്നു. നല്ല രസമായിട്ട് ഓരോന്നിലും നമുക്ക് രൂപത്തിലെ ഭയങ്കര മാറ്റങ്ങളാണ്. ഇപ്പൊ താടി പഠിച്ച് വേറൊരാളായി മാറി. വീരത്തിലെ ലുക്ക് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് അല്ലെ? സംഗീത ചേച്ചിയുടെ തുടക്കവും എങ്ങനെയായിരുന്നു?
എൻ്റെ തുടക്കം ഈ പറഞ്ഞ പോലെ ഞാൻ ചെറിയ നാടക പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് വരുന്ന ഓഡിഷൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ടെന്ന് മനസ്സിലാവുന്നതും. അന്നത്തെ മിക്കവാറും എല്ലാ ഓഡിഷനും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്ത ഓഡിഷനിലെല്ലാം ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഏജിന് പറ്റിയ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സീനായിരിക്കും, ചിലപ്പോൾ 2 സീനായിരിക്കും, പക്ഷെ ഞാൻ ആ പടത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതായിരുന്നു. അതായത് ഓക്കെ, ഞാൻ പെർഫോം ചെയ്ത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ വിളിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം തുറമുഖം നാടകമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് കുറെ കൂടിയും ഇങ്ങോട്ടേക്ക് കോൾസ് വന്നു തുടങ്ങി. പിന്നെ ലാൽജു സാറിന്റെ പടം 41 നിമിഷയുടെ അമ്മയായിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് കോൾസ് തുടങ്ങി. പിന്നെ ഇപ്പം ഒബ്വിയസ്ലി ഓഡിഷൻസ് ഒക്കെ നിന്നല്ലോ, ഇപ്പൊ ഓഡിഷനായിട്ട് സംഭവിക്കുന്നുമില്ല. അപ്പം ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, പുതുതായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരടുത്ത് പറഞ്ഞു കൊടുക്കാൻ, ആക്ച്വലി ഓഡിഷൻ ഉണ്ടെങ്കിൽ ഓഡിഷൻ ഒരു ഭയങ്കര നല്ല വഴിയാണ് ഒരു ആക്ടർക്ക് വരാനായിട്ട്. പെർഫോം ചെയ്ത് ചെയ്യാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതൊരു വഴിയാണ്. പക്ഷെ ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഈ പറഞ്ഞ ഡയറക്ട് കാസ്റ്റിംഗ് ആണ്, ഓൺലൈനിലും അങ്ങനെ നോക്കിയിട്ടാണ്. ഫസ്റ്റ് മൂവി ഏതായിരുന്നു? ക്യൂബൻ കോള. ഒരു മുറുക്കാനൊക്കെ മുറുക്കി മറ്റേ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 15 കിലോ വെയിറ്റ് കൂട്ടുകയും ഒക്കെ ചെയ്തൊരു പടമാണ്. അന്ന് ഞാൻ കുറച്ചധികം വരുന്നിട്ടായിരുന്നു. അപ്പൊ അവർക്ക് ക്യാരക്ടർ ഞാൻ ആപ്റ്റാണ്, പക്ഷെ ആ സ്ത്രീയെ കണ്ട പേടിയാവണം എന്നതായിരുന്നു അവരുടെ ഡിമാൻഡ്. അതിനകത്ത് വില്ലത്തിയാണ്, തമിഴത്തിയാണ്, അച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇനിയിപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒത്തിരി കഥകൾ സിനിമയിലും സിനിമയുടെ പുറകിലും പറയാനുള്ള ഒരു ഒരു ടീമാണത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് സിനിമകൾ, ഈ സിനിമ വളരെ ഹിറ്റാവട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൂടെ തന്നെ ഉണ്ടാവും. ഇതൊരു ടീം വർക്കാണെന്നറിയാം, ഒരു ഉഗ്രൻ ടീം വർക്കാണെന്നറിയാം. അതിനെല്ലാവരും സപ്പോർട്ടും ഞങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുണ്ടാവും. പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ അത്. അപ്പോൾ ഒരിക്കൽ കൂടി വിശ്വസിച്ച് എല്ലാം അറിയിക്കുകയാണ്. താങ്ക് യു.